എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞാൽ ED ഓഫീസിൽ നിന്ന് പഴയ പേപ്പറെല്ലാം കൂടെ ആക്രി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഏതോ മാധ്യമ പ്രവർത്തനം കിട്ടാതാണ് സാധ്യത. അല്ലാതെ 2023 പേപ്പർ, ആ പേപ്പറിലും കറക്റ്റായിട്ടൊരു കോമഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ വിവേക് കിരൺ എന്നുള്ള പേര് വരെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അതിന്റെ താഴെ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഓഫ് TVM ഇങ്ങനെ ഒരു അഡ്രസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പല രീതിയിലുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഇതിപ്പം അവർ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കിയ ഒരു നോട്ടീസ് ആയിരിക്കാം. ആ നോട്ടീസ് തയ്യാറാക്കി കിട്ടിയിട്ട് അതിന്റെ താഴെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകൻ എഴുതി വെച്ചതാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അതാണ്. കാരണം അതിൽ ആ ഡോക്യുമെന്റിന്റെ 2-3 ഇമേജസ് പുറത്തു വന്നിട്ടുണ്ട്. ഒരിടത്ത് പോലും എനിക്ക് തോന്നുന്നു അതിൽ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് പോലും പേന കൊണ്ട് എഴുതിയിട്ടുള്ളതല്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ മറ്റേ പ്രിന്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ്. അതിനകത്ത് അഡ്രസ് എഴുതി ചേർത്ത്, അതായത് വിവേക് കിരൺ എന്ന് പറഞ്ഞ് ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ ഏതോ മാധ്യമ പ്രവർത്തകന്റെ, പ്രത്യേകിച്ച് മനോരമയുടെ പുറത്തുവിട്ട മനോരമ മാധ്യമ പ്രവർത്തകന്റെ തലച്ചോറിന്റെ അകത്ത് പറഞ്ഞ സാധനം തന്നെയായിരിക്കും, ഒരു സംശയമില്ല. കൊല്ലം ഈ സാധനം എവിടെയായിരുന്നു, 3 കൊല്ലത്തോളം ഈ സാധനം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം പറഞ്ഞ അവിടുത്തെ വേസ്റ്റ് ബാസ്കറ്റിൽ കിടന്ന സാധനം എടുത്ത് ഇപ്പോഴാണ് വിറ്റത്. അങ്ങനെയല്ല, ഇനിയിപ്പം ഞാൻ പറയുന്നു 3 കൊല്ലം ഇപ്പൊ, അതായത് പൊതുവിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇപ്പം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒരു വാർത്ത ഉണ്ടാക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മീഡിയാസിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അവരതിനെ, അതായത് ഭരണപക്ഷത്തെ വിമർശിക്കുന്നത് നമ്മുടെ കടമയാണ് എന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്തെ 2023 നടന്ന ഒരു സംഭവം 2025 വാർത്തയായിക്കൂടാന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. വാർത്തയാക്കാം, പക്ഷെ അങ്ങനെ വാർത്തയാക്കാൻ മാത്രം എന്താണ് ഒരു പ്രത്യേകിച്ചൊരു ഇൻസിഡന്റ് ഇന്നലെ ഇപ്പം ആ വിഷയത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ എന്നതാണ് ഏറ്റവും വലിയ കോമഡി. മാധ്യമങ്ങൾ മാത്രമാണ് ED നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത്. EDയുടെ ഒരു വക്താവ് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നൊരു ഡയലോഗ് EDയുടെ ഭാഗത്തു നിന്നില്ല.